ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഏവർക്കും നമസ്കാരം. പ്രിയ പഠിതാക്കളെ, ഇന്ന് ദൈവദശകം കൃതിയിലെ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. 4-ാമത്തെ ശ്ലോകം ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ കടലിനോട് ഉപമിച്ചുകൊണ്ടാണ് ഗുരു നമ്മുടെ ജീവിതത്തെ, നമ്മളും ദൈവവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത ബന്ധമുണ്ട് എന്ന വസ്തുത വളരെ വ്യക്തമായി നല്ലൊരു ഉപമയിലൂടെ മഹാഗുരു നമുക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ഈ ഭാഗം ആലപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എത്ര ഭംഗിയായിട്ടാണ് പണ്ഡിതനും പാമരനും ഒക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ ഈ പ്രപഞ്ച രഹസ്യം മുഴുവനും മഹാഗുരു ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ആദ്യം നമുക്ക് ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം പഠിക്കാം. ഇവിടെ ആഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം, സമുദ്രം. ആഴിയും തിരയും കാറ്റും. തിര എന്താണെന്നറിയാം, കാറ്റെന്താണെന്നറിയാം. അതേപോലെ ഞങ്ങളും ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും. ഒരു സമുദ്രത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം വ്യക്തമാക്കി തരികയാണ്. ഇവിടെ ആലപിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 4 സംഗതികൾ മറ്റ് 4 സംഗതികളോട് പൊരുത്തപ്പെടുത്തിക്കൊണ്ടാണ് മഹാഗുരു എല്ലാ കാര്യങ്ങളും സുവ്യക്തമാക്കി തരുന്നത്. ആഴിയും തിരയും കാറ്റും ആഴവും 4 സംഗതികൾ. അതുപോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും 4 സംഗതികൾ. അപ്പോൾ കടലിലെ 4 കാര്യങ്ങളും ഈ ജീവിതത്തിൻ്റെ 4 കാര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ എത്രമാത്രം ആ പറച്ചിലിൽ സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവമേ, അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഈയുള്ളവനും ഞാനും എന്നോട് ഒപ്പമുള്ള സർവ്വ ജീവജാലങ്ങളും, അതാണ് ഞങ്ങളും എന്ന പദം കൊണ്ട് ഗുരു ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ മായ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചോൽപത്തിക്ക് കാരണമായ പര എന്ന ശക്തിയാണ്. അതാണ് മായ. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ പര എന്ന ശക്തിയെയാണ് ഇവിടെ മായ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതായത് വേദാന്തത്തിൽ മായയെ നിർവചിച്ചിരിക്കുന്നത് അനിർവചനീയ എന്ന ഒരു പദം കൊണ്ടാണ്. അനിർവചനീയ എന്ന പദം കൊണ്ട്. നിൻമഹിമയും, ഓരോ പദത്തിൻ്റെയും അർത്ഥം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. നിൻമഹിമയും, അതായത് സമാനതകളില്ലാത്ത അവിടുത്തെ മഹത്വം. ആലോചിച്ച് നോക്കിക്കേ. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന് പരിധിയുണ്ടോ? ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടാണോ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടപ്പോൾ വേണ്ട സമയത്ത് നിർലോഭമായി ദൈവം എല്ലാം തന്നുകൊണ്ടിരിക്കുകയല്ലേ? മഴ വേണ്ട സമയത്ത് മഴ തരുന്നു, വെയിൽ വേണ്ട സമയത്ത് വെയിൽ തരുന്നു. നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ശ്വസിക്കാൻ പ്രാണവായു തരുന്നു, എല്ലാം തരുന്നു, അന്നം തരുന്നു, സുരക്ഷിതത്വം തരുന്നു. എല്ലാം നമ്മൾ ചോദിച്ചിട്ടാണോ ദൈവം തരുന്നത്? അപ്പോൾ ദൈവത്തിന്
നമ്മളോട് ഉള്ള സ്നേഹത്തിൻ്റെ അളവ് അതെത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീണ്ടും പറയുന്നു, നീയും അല്ലയോ ദൈവമേ അങ്ങും. എത്ര ഭംഗിയായിട്ട് ഗുരു ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്നു, കടലിനോട് നമ്മുടെ ജീവിതത്തെ ഉപമിച്ചുകൊണ്ട്. ഇവിടെ സമുദ്രവും അതുപോലെ സമുദ്രത്തിലെ തിരകളും സമുദ്രത്തിലെ അഗാധതയും സമുദ്രത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാറ്റും എപ്രകാരമാണോ വേർപെടുത്താൻ പറ്റാത്ത രീതിയിൽ ഒന്നായി ചേർന്നിരിക്കുന്നത്, അതുപോലെയാണ് ഞങ്ങളും മായയും നിൻ മഹിമയും വേർപെടുത്താൻ പറ്റാത്ത രീതിയിൽ ഒന്നായിരിക്കുന്നു എന്ന ബോധം ഞങ്ങൾക്ക് തരുമാറാകണമേ. ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതല്ലാതെ ദൈവം നമുക്ക് എന്തെങ്കിലും തരണം, പ്രത്യേകിച്ച് എന്തെങ്കിലും തരണം എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഗുരു പറയുന്നു, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ പരിപൂർണമായി മനസ്സിലാക്കുവാനുള്ള ഒരു ബോധം ഈ ശ്ലോകത്തിലൂടെ തരികയാണ്. കടലിനെയാണ് നമ്മുടെ ജീവിതത്തിനോട് ഉപമിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കടലിലെ തിരകൾ, കടലിൻ്റെ ആഴം, കടലിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാറ്റ്, കടലിലെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങൾ, ഇതൊക്കെ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുമ്പോൾ അവയെ ഒന്ന് മാറ്റാൻ പറ്റില്ല. കടലിൽ നിന്ന് നമുക്ക് കാറ്റിനെ വേർപെടുത്താൻ പറ്റില്ല, കടലിൽ നിന്ന് അതിൻ്റെ ആഴത്തിനെ വേർപെടുത്താൻ പറ്റില്ല. ആലോചിച്ച് നോക്കുക. ഇതുപോലെയാണ് ദൈവവും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും തമ്മിലുള്ള ആത്മബന്ധമെന്ന് നാം തിരിച്ചറിയണം. അതിന് ദൈവത്തിനോട് പറയുന്നു, അതിനുള്ള വിവേകം, അതിനുള്ള അറിവ് നീ എനിക്ക് തരയണമേ എന്നാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ജീവിതത്തിന് ഒരു ചിട്ടയും ക്രമവും വേണമെന്ന് ഗുരു പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടായിരിക്കണം, ഒരു ക്രമമുണ്ടായിരിക്കണം എന്ന് എത്രയോ പ്രാവശ്യം ഗുരു നമ്മളോട് പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന എന്നത് ദൈവം നമുക്ക് എന്തെങ്കിലും തരണം എന്നല്ല, മറിച്ച് ജീവിതത്തിൻ്റെ, അതായത് ദൈവത്തിൻ്റെ കാരുണ്യവും അതോടൊപ്പം ദൈവം നൽകുന്ന നന്മകൾ മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുന്നതുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇക്കാര്യമാണ് ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിനോട് എന്തെങ്കിലും ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് അതിനു മുൻപേ പറയും, ഞാൻ ഇന്നത് ദൈവത്തിന് തരാം, പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്ന് നടത്തിത്തരണം. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ. അതല്ല, ദൈവം നമ്മളോട് എന്തെങ്കിലും ഇരന്ന് വാങ്ങിക്കാനിരിക്കുന്ന ഒരു സത്യാവബോധമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതമായിരിക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിനാണ് പ്രാധാന്യം, നമ്മുടെ അറിവിനാണ് പ്രാധാന്യം. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും സാധിക്കുകയുള്ളൂ. ഇവിടെ ആലോചിക്കുക, കടലിൻ്റെ ആഴം പോലെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്ന തത്വബോധമാണ് ദൈവം. മനസ്സിലായോ? ഈ കൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. കടൽ പോലെ അല്ലെങ്കിൽ കടലിൻ്റെ ആഴം പോലെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്ന തത്വബോധമാണ് ദൈവം. കടലിൻ്റെ ആഴം നമുക്ക് വേർപെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിനെ വേർപെടുത്താൻ പറ്റുമോ? ഒരിക്കൽ പോലും സാധിക്കയില്ല. അപ്പോൾ സമുദ്രവും സമുദ്രത്തിൽ ഉണ്ടായി മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരകളും തിരകൾക്ക് കാരണമായ കാറ്റും സമുദ്രത്തിൻ്റെ അന്തർഭാവമായ ആഴവും എപ്രകാരമാണോ ഒന്നിനൊന്ന് വേർപെടുത്താൻ പറ്റാത്ത രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെയാണ്. അപ്പോൾ കടലിന് സമാനമായി ഞങ്ങളും കാറ്റിനാൽ
രൂപപ്പെടുന്ന തിരയ്ക്ക് സമാനമായി മായയും അതേപോലെ തന്നെ കാറ്റുപോലെ അപ്രമേയമായ വിലമതിക്കാനാവാത്ത നിന്റെ മഹിമയും സമുദ്രത്തിൻ്റെ ആഴത്തിനു സമാനമായി നീയും വിളങ്ങുന്നു എന്ന സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ 4-ാം പദ്യത്തിൻ്റെ 4-ാം ശ്ലോകത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉപമാന ഭാഗത്തിലും ഉപമേയ ഭാഗത്തിലും 4 ഘടകങ്ങളെ വീതം ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? അവയ്ക്ക് ക്രമാനുഗതമായ പൊരുത്തവും മഹാഗുരു കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ജീവജാലത്തെ ആഴിയോടും, മനസ്സിലാക്കുക, ജീവജാലത്തെ ആഴിയോടും മായയെ തിരയോടും ദൈവത്തിൻ്റെ മഹിമയെ കാറ്റിനോടും ദൈവത്തെ ആഴിയുടെ അഗാധതയോടും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഗുരു നമ്മുടെ ജീവിതത്തെ കാണിച്ചു തരുന്നത്. മനസ്സിലായി? എത്ര മനോഹരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ആലപിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലെപ്പോഴും വേണം. ആഴിയും തിരയും കാറ്റും ആഴവും, 4 കാര്യങ്ങൾ, കടലിലെ 4 കാര്യങ്ങൾ. കടലിനെ സംബന്ധിച്ച് ആഴി എന്ന് പറഞ്ഞാൽ കടൽ, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ കണ്ട ഉപമിക്കുകയാണ്. കടലിനോട് ജീവിതത്തെ ഉപമിക്കുകയാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും, ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. കടലിൽ എപ്രകാരമാണോ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളെല്ലാം ഒന്നിനൊന്ന് വേർപെടുത്താൻ പറ്റാതെ നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് ഞങ്ങളും മായയും നിൻ മഹിമയും നീയും ഒന്നായിരിക്കുന്നത് എന്ന ബോധം ഞങ്ങൾക്ക് പറഞ്ഞു തരേണമേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഈ കാര്യം ഒന്നുകൂടി പറയാം. ജീവജാലത്തെ ആഴിയോടും മായയെ തിരയോടും ദൈവത്തിൻ്റെ മഹിമയെ കാറ്റിനോടും ദൈവത്തെ ആഴിയോടും ഇവിടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ സത്യം, ഈ ലോകത്തിൻ്റെ നിജസ്ഥിതി എത്ര ഭംഗിയായിട്ട് പണ്ഡിതനും പാമരനും ഒക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ മഹാഗുരു തന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുക, ഗുരുവിന് നന്ദി പറയുക എന്നുകൂടി ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നന്ദി, നമസ്കാരം.